വന്നിട്ടുള്ളത് നമ്മളെ തളക്കാവരി അമ്പലത്തിലാണ് കേട്ടോ. കണ്ടില്ലേ, ഞാനും അഖിലും കൂടിയാണ് വന്നത്. വന്നിട്ട് കുറച്ച് നേരമായി. നമ്മൾ ഓരോ സ്ഥലത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഈ വന്ന വഴികൾ എങ്ങനെയാണെന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് പോകെ. ഹായ് ഗൈസ്, നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തളക്കാവേരി ടെമ്പിളിലേക്കാണ്. അപ്പം നമ്മളൊരു വീടിൽ നിന്ന് ഒരു 8 മണി ടൈമിലാണ് ഇറങ്ങിയത്, ഞാനും അഖിലും കൂടെ. അപ്പം വന്ന വഴി ഫുള്ള് ഫോറസ്റ്റ്, ഫുള്ള് റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. പാണത്തൂര് വഴിയാണ് നമ്മൾ വന്നത് നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പം ആ റോഡ് ഫുള്ള് മോശമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തു നമ്മളിങ്ങോട്ട് എത്താൻ. ഇപ്പം കർണാടകയിൽ എത്തിയപ്പോഴത്തേക്ക്, മെയിൻ ടൗണിലേക്കെല്ലാം എത്തിയപ്പോഴത്തേക്ക് ഇവിടുത്തെ റോഡുകളിൽ നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഓക്കെ, ഇതാണ് മെയിൻ സ്ഥലം. നമ്മളങ്ങനെ ഇതാ തളക്കാവേരിയിൽ എത്തിയിരിക്കുന്നു. തളക്കാവേരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റുള്ള സ്ഥലമാണ് കേട്ടോ. ബൈക്കിന് പാർക്കിങ്ങിനെല്ലാം പൈസ കൊടുക്കണം, നോട്ട് ഫ്രീ. എല്ലാത്തിനും പൈസ കൊടുക്കണം എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഓ അഖിലേ, പാർക്കിങ്ങിന് പൈസ കൊടുക്കണം. 5 5 10 നോക്കിയേ, 100 രൂപ കൊടുത്താൽ ചില്ലറ ഉണ്ടാവും. എന്തെങ്കിലും ചില്ലറ ഉണ്ടായാലും സാധ്യത നോക്കാം ഗൈസ്. അപ്പം നമ്മളിവിടെ നിന്ന് അപ്പം ഇവിടെ ഒരു 10 റുപ്യാണ് കേട്ടോ ബൈക്കിന്. 10 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കയ്യിൽ ചില്ലറ ഉണ്ടായിട്ടില്ല. അപ്പം വരുന്ന സമയത്ത് കൊടുത്താൽ മതി എന്ന് അവർ പറഞ്ഞ്. ഓക്കെ, അപ്പോൾ നമ്മൾ തളക്കാവേരി ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് നടക്കണം. ഇവിടെല്ല ഇപ്പം എല്ലാം മുകളിൽ മൂടൽ മഞ്ഞെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കാലാവസ്ഥ ഫുള്ളായിട്ട് മാറിയിട്ടാണ്. നല്ല അടിപൊളി കാലാവസ്ഥയുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റുകളെല്ലാം വരുന്ന സ്ഥലമാണ് കേട്ടോ. ശ്രീ തളക്കാവേരി ടെമ്പിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ, വലിയൊരു ബോർഡൊക്കെ ഉണ്ട്. നൈസാട്ടോ, റോഡ് നൈസാണ്. ഇപ്പം കുറേ മാറിയിട്ടോ. ഇവിടെ ഞാൻ കുറേ വട്ടം വന്നിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ. നല്ല റോഡാണ്. ഇത് കാണുന്ന ഫുള്ളും ഫോറസ്റ്റാണ് കേട്ടോ. ഫുള്ള് ഫോറസ്റ്റാണ്. ഒരു മല മുകളിലാണ് കേട്ടോ ഈ സ്ഥലം. നല്ല വ്യൂ ആണ് ഇതിലേക്കൂടെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ വണ്ടി ഏറ്റവും ടോപ്പിലൊക്കെ ചെരുപ്പൊക്കെ നമ്മൾ ഊരിയിട്ട് വേണം വെക്കാൻ. അവിടെ ചെരുപ്പൊന്നും അമ്പലത്തിലേക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല. ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല ബ്ലോക്കാണ് കേട്ടോ. പോലീസൊക്കെ ഉണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കായി. പക്ഷേ വരുന്ന വഴിക്കൊന്നും നമ്മൾ വലിയൊരു തിരക്കൊന്നും കണ്ടില്ല കേട്ടോ. വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കറക്റ്റ് പോകുന്ന സമയത്ത് വണ്ടിയൊക്കെ ഓരോ സ്ഥലത്തേക്ക് പാർക്കിങ്ങിന് വെച്ചല്ലേ പോകാൻ പറ്റുമോ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക്. ഇന്ന് നല്ല തിരക്കുണ്ട് സത്യം പറയുകയാണെങ്കിൽ. കണ്ടില്ലേ, റോഡ് ഫുള്ള് ബ്ലോക്കാണ്. ഈ ബൈക്കിന് അങ്ങ് മുകളിൽ വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. കണ്ടില്ലേ, ഫുൾ കഞ്ചക്ഷനാണ് ഇവിടെ. ഉള്ളിൽ നമുക്ക് ഈ സൈഡ് പാർക്കിംഗ് ഫുള്ളായിട്ടാണ്. ഇന്നെന്തോ ഒരു വിശേഷ ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അല്ലെങ്കിൽ സാധാരണ ഇത്ര തിരക്ക് ഉണ്ടാകാറില്ല. കണ്ടില്ലേ, ഈ ബൈക്കിന് വെക്കാനുള്ള ഒരു പാർക്കിംഗ് സ്ഥലം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബൈക്ക് അതിൻ്റെ ഉള്ളിൽ
ബൈക്ക് എവിടെ വെക്കണ്ടേ വെച്ചിടാ ബൈക്ക്? ബൈക്ക് ഈ സൈഡിൽ വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇവിടെ കുറേ ബൈക്കൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ ബൈക്ക് വെക്കാം. അത്യാവശ്യം ഇങ്ങോട്ട് ഫുൾ കഞ്ചക്ഷനാണ് കേട്ടോ, ഫുള്ള് തിരക്കുണ്ട്. നമ്മുടെ വണ്ടിയുടെ വെച്ച് ചെരുപ്പൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടാ. ഈ അമ്പലത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ചെരുപ്പിട്ടൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ചെരുപ്പൊക്കെ നമ്മളിവിടെ വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മളിവിടെ ചെരുപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ? ഇതാണ് ടെമ്പിളിലെ ഫ്രണ്ട് ഭാഗം. ഇവിടെയാണ് നമ്മൾ ചെരുപ്പ് വെച്ചിട്ട് പോകേണ്ടത് ഗൈസ്. ഇതാണ് ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ? ടെമ്പിളിൻ്റെ ഈ കാണുന്നതെല്ലാം കൊടക് മലനിരകളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ തളക്കാവരി അമ്പലത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്തിയിട്ടാണ്. അപ്പം കണ്ടില്ലേ, ഈ സൈഡിലൊക്കെയാണ് നമ്മുടെ പൂജയൊക്കെ ചെയ്യുന്നത് ആൾക്കാർ. കാവേരി നദീൻ്റെ ഉത്ഭവ സ്ഥാനമാണ്. അപ്പം കുറേ ആൾക്കാർ 3 നദികൾ ഉത്ഭവിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഹിസ്റ്ററി എന്താ ഞാൻ അന്വേഷിച്ച് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ. ഇവിടെയാണ് കാവേരി നദി. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിലേക്കൂടെയാണ് കാവേരി നദി പോകുന്നത്. ഇത് നദിക്കുള്ളിലേക്കൂടെ പോകുന്ന രീതിയിലാണ് കേട്ടോ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ടല്ലേ, ഇതാണ് കാവേരി നദി. ഇതാണ് കാവേരി നദി കണ്ടല്ലേ. പിന്നെ മുകളിലൊരു ടെമ്പിളും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഇതിൻ്റെ ഇതിലെ കൂടെ എല്ലാം വീഡിയോ എടുക്കാൻ പാടില്ലെന്നല്ല എഴുതിയിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ അതിലെ കൂടെ വീഡിയോ എടുക്കാൻ പാടില്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും വീഡിയോ അധികം എടുക്കാത്ത ഉണ്ടല്ലേ. ഇത്രയും ആൾക്കാർ ഇവിടെ പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. ഇന്ന് കണ്ടില്ല, ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഇന്നൊരു ഞായറാഴ്ചയാണ്. പിന്നെ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാലാണ് ഒരു വ്യൂ പോയിന്റിലേക്ക് പോകാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ഉണ്ടോ? ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കണ്ടില്ലേ. പക്ഷെ ഇവിടെയൊക്കെ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് അടിപൊളി ആക്കിയതുകൊണ്ട് ഇവിടെ നിൽക്കാനും നല്ല വൃത്തിയാണ്, നല്ല രസമാണ്. ഇന്ന് നല്ല തണുപ്പുണ്ട്. അഖിൽ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? എങ്ങനെയുണ്ട്? അഖിൽ ആദ്യമായിട്ടല്ലേ വരുന്നത് ഇങ്ങോട്ട്? ഉണ്ടോ കൈസ്? അപ്പം നമുക്ക് ആ ടെമ്പിളിലേക്കും കൂടെ പോയിട്ട് വരാം. ഓക്കെ, അവിടെ അഖിലേ മുകളിൽ പോയിട്ട് വരാം. നേരെ നമുക്ക് ആ ടെമ്പിളിലും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഇത് ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. ഫോട്ടോ ഇല്ല അല്ലേ? ഇവിടെ ശിവൻ്റെ അമ്പലവും പിന്നെ ഗണപതിയുമാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ. ഇതാണ് കാവേരി നദി കേട്ടോ ഉണ്ടല്ലേ. ഇവിടെയാണ് കാവേരി നദി. അവിടെ ആൾക്കാർ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ നിന്ന് നേരെ ഇങ്ങനെയാണ് വരുന്നത് കാവേരി നദി ഉണ്ടല്ലേ. ഇതാണ് നമ്മുടെ കാവേരി നദി ഉണ്ടല്ലേ. ഇവിടുന്ന് അവിടെ നിന്ന് പൂജയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നേരെ വ്യൂ. ഇനി അഖിലിന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം അതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു നോക്കായി കണ്ടില്ലേ. ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ, നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇവിടെ കാണുന്നുണ്ട്. മഴക്കാറ് കാണുന്നുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നല്ല തണുപ്പാണ് ഇവിടുത്തെ കാലാവസ്ഥ. നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മളെ ബ്രഹ്മഗിരി കേട്ടോ. ബ്രഹ്മഗിരിയാണ്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ക്ലോസ് ആണ് കണ്ടില്ലേ. പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇതിലെ കൂടെ എല്ലാം പോകുമായിരുന്നു നമുക്ക്. ബ്രഹ്മഗിരി ഫോറസ്റ്റിലേക്ക് ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വ്യൂ പോയിന്റ്. ഇന്നവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഖിലെ പോകുന്നുണ്ടല്ലേ. അഖിലൊരു VIP ആണ്. ഇന്ന് ഇവിടെ ഇത്രയും തിരക്ക് കാണുന്നതിന് മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും ദിവസം ഉത്സവമായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് എന്ന് ആണ് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് ഉണ്ടല്ലേ. ഇവിടുത്തെ കാലാവസ്ഥ നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചില സമയത്ത് മഴ പെയ്യാൻ വേണ്ടി പോയായിരുന്നു. ഇപ്പം ചൂടും കാണുന്നുണ്ട്. ഇപ്പം വെയിൽ വന്നു, ഇപ്പം വെയിൽ പോയി. ചെറുതായിട്ട് മഴയുണ്ട്.
മൂടൽ മഞ്ഞ് ഇടക്കിടക്കൊക്കെ വരുന്നുണ്ട്. കണ്ടില്ല, നമ്മൾ അഖിൽ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ഗൈസ്, കണ്ടില്ലേ? അപ്പം നല്ല കാറ്റടിയുന്നുണ്ട്, അതുകൊണ്ട് ചെറുതായി നോയ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ആ നോയ്സ് ക്യാൻസലേഷനൊക്കെ ഓഫാക്കിയിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെയാലും എങ്ങനെ ഉണ്ടാവും നമ്മളെ DJൻ്റെ മൈക്കിൽ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. കണ്ടില്ലേ? ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ വന്ന വഴിയൊക്കെയാണ് അങ്ങ് കാണുന്നത്. മുകളിൽ നല്ല മൂടൽ മഞ്ഞുണ്ട്. കണ്ടില്ലേ? ഓക്കെ, മേഘം നോക്കി നല്ല മഴക്കാറാണ്. ഈ കാണുന്നതെല്ലാം മഴക്കാറാണ് കേട്ടോ. ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടത്. കണ്ടില്ലേ? ഇങ്ങനെ. ഇതാണ് ഞാൻ നേരത്തെയും പറഞ്ഞ കാവേരി നദി. അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ? കണ്ടില്ലേ? ഇവിടെ ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. നമുക്ക് മുകളിലേക്കൂടെ വ്യൂ പോയിൻ്റ്. പക്ഷേ ഈ വ്യൂ പോയിൻ്റ് ഇപ്പോൾ ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ? ഫ്രീ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം. ഇവിടെ വന്നാൽ പ്രസാദമൊക്കെ ഉണ്ട്. ഇത് പച്ചരിച്ചോറും പിന്നെ ഇവിടുത്തെ കുറേ ഐറ്റം കറികളും കേട്ടോ. ഉണ്ടല്ലേ? അഖിൽ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, ഞാനും ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കഴിച്ചിട്ട് കാണാം. നമ്മൾ ഈ അമ്പലത്തിലെല്ലാം കയറി തൊഴുത് ഇനി വേറെ ഡെസ്റ്റിനേഷനിലേക്ക് ഞാനും അഖിലും പോകാം കേട്ടോ. ഇനി നേരെ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് ഞാനും അഖിലും കൂടെ പോകാനുള്ള പ്ലാൻ. ഓക്കെ, എന്താ അഖില്? ആ, അങ്ങോട്ട് പോകാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഗേറ്റ്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഗൈസ്, ഇതാണ് ഇത് എൻട്രൻസ്. ഉണ്ടല്ലേ? കോടമഞ്ഞ് വരുന്ന നോക്കി ഗൈസ്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടുന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇനി അടുത്ത് നേരെ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. കണ്ടില്ലേ? നല്ല കാലാവസ്ഥയാണ് ഇവിടെ. നമ്മളിവിടെ നേരെ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ.